السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد. ബഹുമാനപ്പെട്ട സഹോദരങ്ങളെ, അഅ്മാലുൻ യസീറ ഉജൂറുൻ അദീമ എന്ന കിതാബിലെ 106-ാമത്തെ ഹദീസാണ് ഇനി നമ്മൾക്ക് വായിക്കാനുള്ളത്. അൽ ഇഹ്സാനു ഇലൽ ബനാത്ത്, പെൺമക്കൾക്ക് നന്മ ചെയ്യൽ എന്നാണ് അധ്യായത്തിന്റെ പേര്. അൽ ഇഹ്സാനു ഇലൽ ബനാത്ത്, പെൺമക്കൾക്ക് നന്മ ചെയ്യുക എന്നുള്ളത്. അല്ലാഹു തആല നമ്മൾക്ക് നൽകിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിഅമത്താണ് മക്കൾ എന്നുള്ളത്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, അൽ മാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തി ദുനിയ. ഈ ദുനിയാവിലെ അലങ്കാരമായിട്ടാണ് അല്ലാഹു തആല സമ്പത്തിനെയും മക്കളെയും എടുത്തു പറഞ്ഞിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹദീസിൽ പറഞ്ഞു, ഇന്ന ഔലാദകും ഹിബത്തുല്ലാഹി ലക്കും. നിങ്ങളുടെ മക്കൾ നിങ്ങൾക്ക് അല്ലാഹുവിൽ നിന്നുള്ള സമ്മാനമാണ്. അല്ലാഹുവിൽ നിന്നുള്ള സമ്മാനമാണ് നിങ്ങളുടെ മക്കൾ. യഹബു ലിമൻ യശാഉ ഇനാഥ, അല്ലാഹു ഉദ്ദേശിക്കുന്നവർക്ക് പെൺമക്കളെ കൊടുക്കും. വയഹബു ലിമൻ യശാഉ ദുകൂർ, അതേപോലെ തന്നെ അല്ലാഹു തആല ഉദ്ദേശിക്കുന്നവർക്ക് ആൺമക്കളെ കൊടുക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം അല്ലാഹു തആല നമ്മൾക്ക് നൽകിയിട്ടുള്ള വലിയ നിഅമത്താണ് മക്കൾ എന്നുള്ളത്. ഒരുപാട് ആളുകൾക്ക് അല്ലാഹു തആല മക്കളെ നൽകാതെ പരീക്ഷിച്ചിട്ടുണ്ട്. മക്കൾ ഉണ്ടാവുക എന്നുള്ളത് പരീക്ഷണമാണ്, മക്കൾ ഇല്ലാതിരിക്കുക എന്നുള്ളതും പരീക്ഷണമാണ്. ഇന്നമ അംവാലുക്കും വ ഔലാദുക്കും ഫിത്ന, മക്കളും സമ്പത്തും ഫിത്നയാണ് എന്നും അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. ഇവിടെ അൽ ഇഹ്സാനു ഇലൽ ബനാത്ത്, മക്കൾക്ക് അഥവാ പെൺകുട്ടികൾക്ക് നന്മ ചെയ്യുന്നതിനെ കുറിച്ചാണ് ഇവിടെ ഹദീസ് പറഞ്ഞിട്ടുള്ളത്. ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്ന ഹദീസിൽ ഇങ്ങനെ കാണാം. 106-ാമത്തെ ഹദീസ്. عن عائشة رضي الله عنها زوج النبي صلى الله عليه وسلم قالت أم المؤمنين عائشة بنت أبي بكر رضي الله عنهما, അവർ പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യ, ജാഅത്നി ഇംറഅതുൻ, എൻ്റെ അടുത്തേക്ക് ഒരു സ്ത്രീ വന്നു. വമഅഹാ ഇബ്നതാനി ലഹാ, അവരുടെ 2 പെൺകുട്ടികളും അവരുടെ കൂടെയുണ്ട്. ഫസഅലത്നി, ആ സമയത്ത് ആ സ്ത്രീ എന്നോട് ചോദിച്ചു വല്ലതും ഉണ്ടോ എന്നുള്ളത്. ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, ഫലം തജിദ് ഇൻദി ഷൈഅൻ ഗൈറ തംറത്തിൻ വാഹിദ, എൻ്റെ അടുത്ത് ആ സമയത്ത് കൊടുക്കാൻ ആകെ ഉണ്ടായിരുന്നത് ഒരൊറ്റ കാരക്കയാണ്, ഒറ്റ ഈത്തപ്പഴമാണ്. ഒറ്റ ഈത്തപ്പഴമല്ലാതെ എനിക്ക് എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നില്ല. ഫഅഅതൈതുഹാ ഇയ്യാഹാ, ഞാനതെടുത്ത് അവർക്ക് കൊടുത്തു, ഞാനതെടുത്ത് ആ സ്ത്രീക്ക് കൊടുത്തു. ഫഅഖദത്ഹാ ഫഖസമത്ഹാ ബൈന ഇബ്നതൈഹാ, ആ സ്ത്രീ അത് വാങ്ങി ആ ഈത്തപ്പഴം കാരക്ക 2 കഷ്ണങ്ങളാക്കി 2 പെൺകുട്ടികൾക്ക് വീതിച്ചു കൊടുത്തു. വലം തഅകുൽ മിൻഹാ ഷൈആ, ഒന്നും തന്നെ ആ സ്ത്രീ കഴിച്ചില്ല. 2 കഷ്ണങ്ങളാക്കി ആ കാരക്ക 2 പെൺമക്കൾക്ക് വീതിച്ചു കൊടുത്തു. ثم قامت فخرجت وابنتاها, ആ സ്ത്രീയും ആ 2 കുട്ടികളും എണീറ്റ് അവിടുന്ന് പുറത്തേക്ക് പോയി. فدخل علي النبي صلى الله عليه وسلم فحدثته حديثها, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പിന്നീട് എൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ ഈ സംഭവം ഞാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു. ഇങ്ങനെ ഒരു സ്ത്രീ വന്നിരുന്നു, അവർക്ക് ഇങ്ങനെ എൻ്റെ കയ്യിലുള്ള ആകെയുണ്ടായിരുന്ന കാരക്ക എടുത്തു കൊടുത്തു, അവരത് 2 കഷ്ണങ്ങളായി മക്കൾക്ക് വീതിച്ചു കൊടുത്തു, അവരൊന്നും അതിൽ നിന്ന് ഭക്ഷിച്ചില്ല എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആ സംഭവം വിശദീകരിച്ചു കൊടുത്തു. فقال النبي صلى الله عليه وسلم,
ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, മനുബ്തുലിയ മിനൽ ബനാതി ബിശൈഇൻ ഫഅഹ്സന ഇലൈഹിന്ന കുന്ന ലഹു സിത്റൻ മിനൻ നാർ. മനുബ്തുലിയ മിനൽ ബനാതി ബിശൈ, ആർക്കെങ്കിലും പെൺമക്കളിൽ നിന്ന് ബിശൈ, ഏതെങ്കിലും ഒന്നോ രണ്ടോ, ഷൈ എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാർ വിശദീകരിച്ചു ഏതുമാകാം, ഒന്നാകാം രണ്ടാകാം, പെൺമക്കളെ ഒരാൾക്ക് ലഭിച്ചു. ഉബ്തുലിയ എന്ന് പറഞ്ഞാൽ അല്ലാഹു തആല അവർക്ക് പെൺമക്കളെ ഖദ്റാക്കി എന്നാണ്. പെൺമക്കളിൽ നിന്ന് വല്ല ഒന്നിനെയും, അഥവാ ഒരു പെൺകുട്ടിയെ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ പെൺകുട്ടിയെ ആർക്കെങ്കിലും അള്ളാഹു നൽകുകയും ഫഅഹ്സന ഇലൈഹിൻ, അവർക്ക് ആ പെൺമക്കൾക്ക് നന്മ ചെയ്യുകയും ഇഹ്സാൻ ചെയ്യുകയും ചെയ്താൽ കുന്ന ലഹു സിത്റൻ മിനൻ നാർ, ആ പെൺമക്കൾ നാളെ നരകത്തിൽ നിന്നുള്ള ഒരു മറയായിരിക്കും അവർക്ക്, മാതാപിതാക്കൾക്ക് എന്ന് മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ള ഹദീസ് ഇമാം ബുഖാരി മുസ്ലിം ഒക്കെ അവരുടെ സഹീഹിൽ ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണ്. ഇതാണ് 106-ാമത്തെ ഹദീസ്. ഈ ഹദീസിൽ ഒരുപാട് പാഠങ്ങളുണ്ട്. ഈ സംഭവം നമ്മൾ ഒരു പക്ഷേ കേട്ടതായിരിക്കും. നമുക്ക് ആയിഷ റളിയല്ലാഹു അൻഹ അവരുടെ അടുത്തേക്ക് ഈ സ്ത്രീ വരികയാണ്. ഇതിൽ ഒന്നാമത്തെ ഒരു ഫായിദയായി ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറഞ്ഞത് കാണാം റിയാദുസ് സാലിഹിന്റെ ശറഹിൽ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട് അതിന്റെ അവസ്ഥയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിൽ ഭാര്യയ്ക്ക് ആയിഷ റളിയല്ലാഹു അൻഹക്ക് ഒരു സ്ത്രീ വല്ല സഹായവും ഒരു സഹായം ചോദിച്ചു വന്നപ്പോൾ കൊടുക്കാനുണ്ടായിരുന്നത് ആകെ ഒരു ഖാരക്കയാണ്. ഇതാണ് മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീടിന്റെ അവസ്ഥ. ഇതാണ് ഇതിലൊരു പ്രധാനപ്പെട്ട ഒരു ഫായിദയായി എടുത്തു പറഞ്ഞിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിലെ ദാരിദ്ര്യം അത് ഈ ഹദീസിൽ കാണിക്കുന്നുണ്ട്. അതേപോലെ തന്നെ മറ്റൊരു കാര്യം, ആയിഷ റളിയല്ലാഹു അൻഹ അവരുടെ അടുത്ത് ആകെ ഉള്ളത് എടുത്തു കൊടുത്തു. മറ്റുള്ളവർക്ക് ധർമ്മം ചെയ്യുന്നതിൽ അതിന്റെ ഏറ്റവും ഉന്നതമായ മർത്തബയാണ് സ്വന്തം ആവശ്യം പരിഗണിക്കാതെ മറ്റുള്ളവർക്ക് കൊടുക്കുക എന്നുള്ളത്. വയുസിറൂന അലാ അൻഫുസിഹിം വലൗ കാന ബിഹിം ഖസാസ, സ്വന്തത്തിന് ആവശ്യമുണ്ടായിട്ടും ദാരിദ്ര്യമുണ്ട്, പക്ഷെ അത് മറന്നുകൊണ്ട് മറ്റുള്ളവർക്ക് മുൻഗണന കൊടുക്കുന്ന ആളുകൾ അല്ലാഹു തആല അവരെ പുകഴ്ത്തി പറഞ്ഞിട്ടുണ്ട്. അപ്പോ ആയിഷ റളിയല്ലാഹു അൻഹ അവരുടെ കയ്യിലുള്ളത് ആകെ ഒരു ഖാരക്കയാണ്. അവർ ചോദിച്ചപ്പോ ഒരു സ്ത്രീ 2 പെൺമക്കളുമായി വന്നപ്പോ ആയിഷ റളിയല്ലാഹു അൻഹ അവരുടെ ആവശ്യം പരിഗണിക്കാതെ അത് കൊടുത്തു എന്നുള്ളത് ഇതിലുള്ള മറ്റൊരു ഫായിദയാണ്. അതേപോലെ നോക്ക്, ഈ ചോദിച്ചു വന്ന സ്ത്രീ ആ ഖാരക്ക കിട്ടിയപ്പോൾ ചെയ്ത ഒരു പ്രവർത്തനം, അവർ കഴിക്കാതെ, അവർക്ക് ആവശ്യമുണ്ട്, നിവൃത്തികേട് കൊണ്ടാണ് ചോദിച്ചു വന്നത്, മക്കൾക്ക് വിശക്കുന്നുണ്ട്, ആ മക്കൾക്ക് 2 കഷ്ണങ്ങളായി വീതിച്ചു കൊടുത്ത് അവർ കഴിച്ചില്ല. ഒരു ഉമ്മക്ക് മക്കളോടുള്ള സ്നേഹം ഈ സംഭവത്തിൽ കാണാം. ഒരു ഉമ്മക്ക് മക്കളോടുള്ള സ്നേഹം അത് അല്ലാഹു തആല നൽകുന്ന റഹ്മത്തിന്റെ ഭാഗമാണ്. ഒരു മാതാവ്, ഒരു പിതാവ് മക്കളോട് കാണിക്കുന്ന റഹ്മത്ത് അത് അല്ലാഹു തആലയുടെ, അല്ലാഹു ഈ ഭൂമിയിൽ നിശ്ചയിച്ചിട്ടുള്ള റഹ്മത്തിന്റെ ഭാഗമാണ്. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, അല്ലാഹു തആല ഈ സ്ത്രീ തന്റെ മക്കളോട് കാണിച്ച കാരുണ്യം അതിനേക്കാൾ അർഹമാണ്, റഹ്മത്ത് കാണിക്കുന്നവനാണ് അല്ലാഹു തആല അടിമകളോട്. അല്ലാഹു തആല അടിമകളോട് ഇത്രയും സ്നേഹം ഒരു ഉമ്മക്ക് മക്കളോടുണ്ടെങ്കിൽ അതിനേക്കാൾ റഹ്മത്തും കാരുണ്യവും അല്ലാഹു തആലക്ക് തന്റെ അടിമകളോടുണ്ട് എന്നുള്ളത് കൂടി നമ്മൾ ഇതിന്റെ കൂട്ടത്തിൽ മനസ്സിലാക്കണം. അതേപോലെ തന്നെ ഈ ഹദീസിലുള്ള പ്രധാനപ്പെട്ട നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ട ഫായിദയാണ് അൽ ഇഹ്സാനു ഇലൽ ബനാത്ത്, പെൺകുട്ടികൾക്ക് ഉള്ള നന്മ ചെയ്യൽ. ഇവിടെ ഹദീസിൽ മനുബ്തുലിയ ബിശൈഇൻ, മനുബ്തുലിയ മിനൽ ബനാതി ബിശൈ എന്ന് പറഞ്ഞതിൽ അൽ ഇമാം അൽ ഖുർതുബി റഹിമഹുല്ലാഹ് പറയാണ്, ഖൗലുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം ബിശൈഇൻ മിനൽ ബനാതി
ബിശൈഇൻ മിനൽ ബനാതി യുഫീദു ബിഉമൂമിഹി അന്ന സിത്ര മിനൻ നാരി യഹ്സുലു ബിൽ ഇഹ്സാനി ഇലാ വാഹിദത്തിൻ മിനൽ ബനാത്ത്. ബിശൈ എന്ന പ്രയോഗത്തിൽ നിന്ന് കിട്ടുന്നതാണ് ഒരു പെൺകുട്ടിയാണെങ്കിലും ഈ നേട്ടമുണ്ടാകും. ഒരു പെൺകുട്ടിയെ, ഒന്നിൽ കൂടുതൽ പെൺകുട്ടികളെ വേറെ ഹദീസിൽ വന്നിട്ടുണ്ട്, ഒന്നും ഹദീസിൽ വന്നിട്ടുണ്ട്. ഒരു കുട്ടിയാകട്ടെ, ഒന്നിൽ കൂടുതൽ പെൺകുട്ടികളാകട്ടെ, അവരെ ഏറ്റവും നല്ല രൂപത്തിൽ തർബിയത്ത് നടത്തിയാൽ അവർ നാളെ നരകത്തിൽ നിന്ന് നമ്മൾക്കുള്ളൊരു മറയായിരിക്കും, മാതാപിതാക്കൾക്കൊരു മറയായിരിക്കും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ളത്. ഈ ഹദീസിന്റെ വേറെ റിവായത്തിൽ, ഇമാം മുസ്ലിമിന്റെ റിവായത്തിൽ ഇങ്ങനെ കാണാം, ഇന്നല്ലാഹ ഖദ് ഔജബ ലഹൽ ജന്ന, അല്ലാഹു ആ സ്ത്രീക്ക് സ്വർഗം നിർബന്ധമാക്കിയിരിക്കുന്നു. ഔ അഅതഖഹാ ബിഹാ മിനൻ നാർ, അല്ലെങ്കിൽ അവർക്ക് നരകം മോചനം, അവരെ നരകത്തിൽ നിന്ന് മോചിപ്പിച്ചിരിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് കാണാം. അപ്പോ ഇവിടെ പെൺകുട്ടികൾക്ക് നന്മ ചെയ്യുന്നതിന്റെ ശ്രേഷ്ഠത ഈ ഹദീസിൽ കാണാം. പെൺകുട്ടികളെന്ന് പറഞ്ഞാൽ, പെൺമക്കൾ എന്ന് പറഞ്ഞാൽ അത് റഹ്മത്താണ്. ചില പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം, നമുക്ക് അള്ളാഹു ഒരു പെൺകുട്ടിയെ തന്നു, ആ പെൺകുട്ടിയെ വളർത്താൻ, ഏറ്റവും നല്ല രൂപത്തിൽ വളർത്താൻ നമുക്ക് സാധിച്ചാൽ നാളെ നമ്മൾക്ക് കിട്ടുന്നത് സ്വർഗമാണ്, നരകത്തിൽ നിന്നുള്ള മോചനമാണ്. ചില പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം, മുഹമ്മദ് ഇബ്നു സുലൈമാൻ റഹിമഹുല്ലാഹ് പറഞ്ഞു, അൽ ബനൂന നിഅം, മക്കൾ എന്ന് പറഞ്ഞാൽ, ആൺകുട്ടികൾ എന്ന് പറഞ്ഞാൽ അനുഗ്രഹങ്ങളാണ്. വൽ ബനാതു ഹസനാത്ത്, പെൺകുട്ടികൾ അത് നന്മകളാണ്, പെൺകുട്ടികൾ നന്മകളാണ്. വല്ലാഹു അസ്സ വജല്ല യുഹാസിബു അലൻ നിഅം, അനുഗ്രഹങ്ങൾക്ക് അല്ലാഹു നാളെ വിചാരണ ചെയ്യും. ആൺകുട്ടികൾ അനുഗ്രഹങ്ങളാണ്. നാളെ അനുഗ്രഹങ്ങൾക്ക് അള്ളാഹുവിന്റെ ചോദ്യം ചെയ്യലുണ്ടാകും, അള്ളാഹുവിന്റെ വിചാരണയുണ്ടാകും. വയുജാസി അലൽ ഹസനാത്ത്, എന്നാൽ നന്മകൾക്ക് അള്ളാഹു പ്രതിഫലമാണ് നൽകുക. ഇവിടെ പെൺകുട്ടികൾ നന്മകളാണ്. ആ പെൺകുട്ടികളെ പോറ്റി വളർത്തിയാൽ പ്രത്യേകിച്ചും അവർക്ക് കൂലിയുണ്ടാകും, അവർക്ക് അള്ളാഹു തആല പ്രതിഫലം നൽകും എന്നാണ് മുഹമ്മദ് ഇബ്നു സുലൈമാൻ റഹിമഹുല്ലാഹ് പറഞ്ഞിട്ടുള്ളത്. നോക്ക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പെൺകുട്ടികളെ കുറിച്ച് പറഞ്ഞത് കാണാം, ലാ തക്റഹുൽ ബനാത്ത്, നിങ്ങൾ പെൺമക്കളെ വെറുക്കരുത്, പെൺമക്കളെ നിങ്ങൾ വെറുക്കരുത്. ഫഇന്നഹുന്നൽ മുഅ്നിസാതുൽ ഗാലിയാത്ത്, പെൺകുട്ടികൾ എന്ന് പറഞ്ഞാൽ മുഅ്നിസാത്തുകളാണ് എന്ന് പറഞ്ഞാൽ അവർ ഇണക്കമുണ്ടാക്കുന്ന ആളുകളാണ്, രസിപ്പിക്കുന്നവരാണ്. പ്രത്യേകിച്ചും ഉപ്പമാരോട് പൊതുവെ അടുപ്പം കൂടുതൽ പെൺമക്കൾക്കായിരിക്കും. അതാണ് അൽ മുഅ്നിസാത്ത് എന്ന് പറഞ്ഞാൽ. അൽ ഗാലിയാസ്, പെൺമക്കൾ എന്ന് പറഞ്ഞാൽ മൂല്യമുള്ള ആളുകളാണ്, മൂല്യമുള്ളവരാണ്, വിലപിടിപ്പുള്ളവരാണ് എന്ന് പറഞ്ഞാൽ അവരിലൂടെ നമ്മൾക്ക് നേടിയെടുക്കാൻ സാധിക്കും സ്വർഗം, നരകത്തിൽ നിന്നുള്ള മോചനം നേടിയെടുക്കാൻ സാധിക്കും. ആ നിലക്ക് വളരെ മൂല്യമുള്ള ആളുകളാണ് പെൺകുട്ടികൾ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുകൊണ്ട് നിങ്ങൾ അവരെ വെറുക്കരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രത്യേകം എടുത്തു പറഞ്ഞത് കാണാം. നമുക്ക് മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നോക്ക്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ പെൺകുട്ടികൾക്കുണ്ടായിരുന്ന പ്രയാസം എന്തായിരുന്നു? ജാഹിലിയ കാലഘട്ടത്തിൽ പെൺകുട്ടികളെ കുഴിച്ചുമൂടുന്ന ചില ഗോത്രങ്ങൾ ഉണ്ടായിരുന്നു. എല്ലാ അറബികളും അത് ചെയ്തിരുന്നില്ല. ബനു തമീം, ബനു അസദ്, ഇങ്ങനെ ചില ഗോത്രക്കാർ അവരുടെ പെൺമക്കളെ ജീവനോടെ കുഴിച്ചുമൂടിയിരുന്നു. അതിന് പല കാരണങ്ങളും പറയുന്നുണ്ട്. ഒന്ന്, ഈ പെൺകുട്ടികൾ യുദ്ധം ധാരാളമായി നടക്കുന്ന സാഹചര്യമുണ്ട്. അങ്ങനെ യുദ്ധത്തിൽ മറ്റു ഗോത്രങ്ങളുമായി യുദ്ധം ചെയ്യുമ്പോൾ അവർ വിജയിച്ചാൽ നമ്മുടെ പെൺമക്കളെ അവർ ബന്ദികളാക്കും, അടിമകളാക്കും. അങ്ങനെ അതിലുള്ള അപമാനം ഭയപ്പെട്ടുകൊണ്ടാണ് അവർ ജീവനോടെ കുഴിച്ചുമൂടിയിരുന്നത്. അതുപോലെ തന്നെ അവർക്ക് സാമ്പത്തികമായ ഞെരുക്കം, ഫഖർ പേടിച്ചുകൊണ്ട് പെൺകുട്ടികളെ കുഴിച്ചുമൂടും.
അതുപോലെ തന്നെ ചില വിശ്വാസങ്ങളുടെ പേരിൽ ഇങ്ങനെയൊക്കെയായിരുന്നു അവരത് ചെയ്തിരുന്നത്. ഈ കാലഘട്ടത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒന്ന് പെൺമക്കൾക്കുള്ള ശ്രേഷ്ഠതയും അവരെ നിങ്ങൾ വെറുക്കരുത് എന്നും അവർ മൂല്യമുള്ളവരാണ് എന്നൊക്കെ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ കാന ലഹു സലാസു ബനാതിൻ ഔ സലാസു അഖവാതിൻ, ഒരാൾക്ക് 3 പെൺമക്കളുണ്ട് അല്ലെങ്കിൽ 3 സഹോദരിമാരുണ്ട്. സഹോദരിമാരെ ഈ രൂപത്തിൽ ഇസ്ലാമിക തർബിയത്ത് കൊടുത്ത് അവർക്ക് വേണ്ട ദുന്യവിയായ ഉഖ്റവിയായ സൗകര്യങ്ങൾ ചെയ്ത് അവരെ വളർത്തുന്നതിനും ശ്രേഷ്ഠതയുണ്ട്. പെങ്ങന്മാരെ 3 സഹോദരിമാർ അല്ലെങ്കിൽ 3 പെൺമക്കൾ, ഔ ബിൻതാനി ഔ ഉഖ്താനി, അല്ലെങ്കിൽ 2 പെൺമക്കൾ അല്ലെങ്കിൽ 2 സഹോദരിമാർ. ഇങ്ങനെ 2 സഹോദരിമാരോ 2 പെൺമക്കളോ അല്ലെങ്കിൽ 3 സഹോദരിമാരോ അല്ലെങ്കിൽ 3 പെൺമക്കളോ ഒരാൾക്കുണ്ടാവുകയും ഫഅഹ്സന സുഹ്ബതഹുന്ന, അവരുമായിട്ടുള്ള സഹവാസം അവൻ നന്നാക്കുകയും അവരോടുള്ള സഹവാസം അവൻ നന്നാക്കുകയും വത്തഖല്ലാഹ ഫീഹിൻ, അവരുടെ വിഷയത്തിൽ അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് അവരെ തർബിയത്ത് നടത്തുകയും ചെയ്താൽ ഫലഹുൽ ജന്ന, അവർക്ക് സ്വർഗമുണ്ട് എന്ന് മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നോക്ക്, സ്വർഗം കിട്ടുന്ന കാര്യമാണ്. പെൺകുട്ടികളെ സഹോദരിമാരെ നല്ല രൂപത്തിൽ അള്ളാഹുവിനെ സൂക്ഷിച്ചു വളർത്തിയാൽ അതിന് സ്വർഗമുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മറ്റൊരു ഹദീസിൽ കാണാം, മൻ കാന ലഹു സലാസു ബനാതിൻ, ഒരാൾക്ക് 3 പെൺമക്കളുണ്ട്, ഫസബറ അലൈഹിൻ, അവരുടെ കാര്യത്തിൽ അവൻ ക്ഷമിച്ച് മുന്നോട്ട് പോയി, അവരിൽ നിന്നുണ്ടാകുന്ന പ്രയാസങ്ങൾ, അവരെ തർബിയ നടത്തുന്നതിൽ ഉള്ള പ്രയാസമൊക്കെ സഹിച്ച് സബർ ചെയ്ത് അള്ളാഹുവിന്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് അവൻ അവരെ വളർത്തിയാൽ വഅതഅമഹുന്ന, അവർക്ക് ഭക്ഷണം കൊടുത്തു, വസഖാഹുന്ന, അവർക്ക് വെള്ളം കൊടുത്തു, വകസാഹുന്ന മിൻ ജിദതിഹി, അവന്റെ സമ്പത്തിൽ നിന്ന് അവൻ അവരെ വസ്ത്രം ധരിപ്പിച്ചു, ഭക്ഷണം കൊടുത്തു, വെള്ളം കൊടുത്തു, എങ്കിൽ കുന്ന ലഹു ഹിജാബൻ മിനൻ നാരി യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ ഈ പറഞ്ഞ പെൺമക്കൾ അവർക്ക് ഒരു മറയായിരിക്കും, നരകത്തിൽ നിന്നുള്ള മറയായിരിക്കും എന്ന് മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. അപ്പോൾ നോക്ക്, നരകത്തിൽ നിന്നുള്ള മോചനം, സ്വർഗപ്രവേശനം ഒക്കെ ഈ പെൺമക്കളെ വളർത്തുന്നതിൽ, അവരെ നല്ല രൂപത്തിൽ തർബിയത്ത് നടത്തുന്നതിൽ ഉള്ള നേട്ടങ്ങളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ മറ്റൊരു ഹദീസിൽ ഇങ്ങനെ കാണാം, അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ്, മൻ ആല ജാരിയതൈൻ, 2 പെൺമക്കളെ ആരെങ്കിലും പോറ്റി വളർത്തിയാൽ, ഹത്താ തബ്ലുഗ, അവർക്ക് പ്രായപൂർത്തിയാകുന്നത് വരെ അവരെ പോറ്റി വളർത്തിയാൽ, ജാഅ യൗമൽ ഖിയാമത്തി അന വഹുവ കഹാതൈൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിരലുകൾ ഇങ്ങനെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു, ആ പെൺമക്കളെ പോറ്റി വളർത്തിയവനും ഞാനും ഇങ്ങനെയായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹവാസം നാളെ പരലോകത്തുണ്ടാകും. ആർക്ക്? പെൺമക്കളെ ഏറ്റവും നല്ല രൂപത്തിൽ പോറ്റി വളർത്തിയ ആളുകൾക്ക് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പൊ നോക്ക്, സ്വർഗമുണ്ട്, നരകത്തിൽ നിന്നുള്ള മോചനമുണ്ട്, അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സാമീപ്യമുണ്ട്. ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറയാണ്, എങ്ങനെയാണ് ഈ പോറ്റി വളർത്തൽ? വൽ ഔലു ഫിൽ ഗാലിബി യകൂനു ബിൽ ഖിയാമി ബിമഊനതിൽ ബദൻ മിനൽ കിസ്വതി വത്തആമി വശറാബി വസ്സകനി വൽ ഫിറാശി വനഹ്വി ദാലിക്. സാധാരണയായി പോറ്റി വളർത്തുക എന്ന് പറഞ്ഞാൽ അതിൽ പെടുന്നത് എന്തൊക്കെയാണ്? അവർക്കാവശ്യമായ ഭക്ഷണം, വസ്ത്രം, വെള്ളം, പാർപ്പിടം, കിടക്കാനുള്ള സൗകര്യം, വിരിപ്പ്, ഇതുപോലെയുള്ള കാര്യങ്ങൾ അതിൽ പെടും. അതേപോലെ തന്നെ അവരുടെ ആത്മാവിന് പോഷണം ലഭിക്കുന്ന കാര്യങ്ങൾ കൂടി ഇതിൽപ്പെടും. കേവലം വസ്ത്രം, വെള്ളം, പാർപ്പിടം മാത്രമല്ല. ഏതൊക്കെയാണത്? ഇവരെ പോറ്റി വളർത്തുക എന്ന് പറഞ്ഞാൽ അവർക്ക് വെള്ളം കൊടുക്കുന്നു, ഭക്ഷണം കൊടുക്കുന്നു, പാർപ്പിടം കൊടുക്കുന്നു, വസ്ത്രം കൊടുക്കുന്നു. ഇത് മാത്രമല്ല, മറിച്ച് എന്തൊക്കെ വരും? ബിത്തഅലീമി വത്തഹ്ദീബി വത്തൗജീഹി വൽ അംരി ബിൽ ഖൈരി വന്നഹി അനി ശർരി വമാ ഇലാ ദാലിക്. അവരെ നന്മ പഠിപ്പിക്കുന്നു,
അവരെ സംസ്കാരമുള്ളവരാക്കുന്നു, അവർക്ക് നല്ല നിർദ്ദേശങ്ങൾ കൊടുക്കുന്നു, നന്മ കൽപ്പിക്കുന്നു, തിന്മ വിരോധിക്കുന്നു. ഇങ്ങനെയുള്ള ദീനീയായ തർബിയ അത് ഇതിൽപ്പെടും. പോറ്റി വളർത്തുക എന്ന് പറഞ്ഞാൽ ഭക്ഷണം, വെള്ളം, വസ്ത്രം കൊടുത്ത് മാത്രം വളർത്തുക എന്നുള്ളതല്ല, മറിച്ച് അവർക്ക് ദീനിയായി അവർക്ക് കിട്ടേണ്ട പഠനങ്ങൾ, അതുപോലെ തന്നെ സംസ്കാരങ്ങൾ, ഇതൊക്കെ അവർക്ക് കൊടുക്കണം. അതും ഇതിൽപ്പെടും. ويؤخذ من هذا الحديث ومما قبله أيضا أنه ينبغي للإنسان أن يهتم بالأمور التي تقربه إلى الله. ഈ ഹദീസും ഇതിൽ മുമ്പുള്ള ഹദീസൊക്കെ അതിൽ നിന്നൊക്കെ കിട്ടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അവരെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കുന്ന കാര്യം, അതിന്റെ കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അവർക്ക് വെള്ളം കൊടുക്കുന്നു, വസ്ത്രം കൊടുക്കുന്നു, ഭക്ഷണം കൊടുക്കുന്നു, അതിനൊക്കെ പുറത്ത് അവരെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കുന്ന, പെൺമക്കളെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കുന്ന കാര്യത്തിലായിരിക്കണം കൂടുതൽ ശ്രദ്ധയുണ്ടാകേണ്ടത്. ലാ ബിൽ ഉമൂരി ശക്ലിയാത്ത് ഔ മുറാഅതി മാ യൻഫഉ ഫി ദുനിയ ഫഖത്ത്. ദുനിയാവിൽ അവർക്ക് എന്തൊക്കെ കിട്ടും, അവർക്ക് കിട്ടുന്ന സൗകര്യങ്ങൾ, അത് മാത്രമല്ല ചിന്തിക്കേണ്ടത്. മക്കളെ, പെൺകുട്ടികളെ വളർത്തുക എന്ന് പറഞ്ഞാൽ ദുനിയാവിന്റെ കാര്യങ്ങളിൽ മാത്രം പരിമിതപ്പെടുത്തരുത്. അവർക്ക് ആവശ്യത്തിന് ഭക്ഷണം, വെള്ളം, താമസ സൗകര്യം, മറ്റു ആവശ്യങ്ങൾ അതിൽ പരിമിതപ്പെടുത്തരുത്. ബൽ യുലാഹിദു ഹാദ വയുലാഹിദു മാ യൻഫഉ ഫിൽ ആഖിറതി അക്സർ വഅക്സർ. മറിച്ച് ദുനിയാവിലെ കാര്യങ്ങൾ ചെയ്യുന്നതിനേക്കാൾ അപ്പുറത്ത് പരലോകത്ത് ഉഖറവിയായി എൻ്റെ പെൺമക്കൾ സ്വർഗത്തിലേക്ക് എത്താൻ, എൻ്റെ സഹോദരിമാർ സ്വർഗത്തിലേക്ക് എത്താനുള്ള വഴികൾ, അതിനുവേണ്ട കാര്യങ്ങൾ, അതിലാണ് കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടത് എന്നാണ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നോക്ക്, ഇവിടെ പെൺകുട്ടികളെ, 2 പെൺകുട്ടികളെ ആരെങ്കിലും പോറ്റി വളർത്തി അവർക്ക് പ്രായപൂർത്തിയാകുന്നത് വരെ ഏറ്റവും നല്ല രൂപത്തിൽ അവർക്ക് ദുന്യവിയായ സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തു, ഉഖ്റവിയായ നാളെ പരലോക ജീവിതം മെച്ചപ്പെടുത്താനുള്ള കാര്യങ്ങളും അവർക്ക് ചെയ്തു കൊടുത്താൽ അവർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ നാളെ പരലോകത്ത് വളരെ റസൂലിന്റെ സാമീപ്യം അവർക്കുണ്ടാകും എന്നാണ് മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നോക്കി, ഈ പറഞ്ഞ ഹദീസുകളൊക്കെ പെൺകുട്ടികൾ അവർക്കുള്ള ശ്രേഷ്ഠതയാണ് അറിയിക്കുന്നത്. പെൺകുട്ടികൾ എന്ന് പറഞ്ഞാൽ അത് നിഅമത്താണ്. നമ്മൾ പലപ്പോഴും പണ്ട് മുതൽക്കേ പെൺകുട്ടികൾ ഉണ്ടാവുക എന്നുള്ളത് പ്രയാസമായി മനസ്സിലാക്കിയ ആളുകൾ ഉണ്ടായിരുന്നു ജാഹിലിയത്തിൽ. അതുകൊണ്ട് തന്നെ അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ സൂറത്തുൻ നഹ്ലിൽ ഉപയോഗിച്ച പ്രയോഗം നമുക്ക് ശ്രദ്ധിക്കണം. വൈദാ ബുശ്ശിറ അഹദുഹും ബിൽ ഉൻസാ. അവർക്ക് പെൺകുട്ടികൾ ജനിച്ചു എന്ന സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടാൽ ضل وجهه مسودا وهو كظيم. അവരുടെ മുഖം കറുത്തുപോകും എന്ന് പറഞ്ഞാൽ ജാഹിലിയത്തിൽ പെൺകുട്ടി ഉണ്ടായി എന്ന് പറഞ്ഞാൽ അവർ ആകെ ബേജാറാകും, അവർക്ക് ഭയങ്കര ടെൻഷനായിരിക്കും. അവർ അതിൽ അപമാനിതരായിട്ടാണ്, അവർക്ക് ഒരു മാനക്കേടായിട്ടാണ് അവർ അത് മനസ്സിലാക്കിയത്. പക്ഷെ അള്ളാഹ് പ്രയോഗിച്ച പ്രയോഗം വൈദാ ബുശ്ശിറ അഹദുഹും ബിൽ ഉൻസാ. അവർക്ക് പെൺകുട്ടികൾ ഉണ്ടായി എന്ന സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടാൽ, അല്ലാഹു തആല പെൺകുട്ടികളുടെ ജന്മത്തെക്കുറിച്ച് തബ്ശീർ എന്നാണ് ഉപയോഗിച്ചത്, സന്തോഷ വാർത്ത. സന്തോഷ വാർത്തയായിട്ടാണ് അല്ലാഹു തആല അത് പരിചയപ്പെടുത്തിയിട്ടുള്ളത്. പക്ഷേ ജാഹിലിയത്തിൽ അവർക്ക് പ്രയാസമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കടുത്ത ഭാഷയിൽ ഈ പെൺകുട്ടികളെ കുഴിച്ചുമൂടുക എന്ന് പറയുന്ന ഈ വൃത്തികെട്ട പ്രവർത്തനത്തെ ആക്ഷേപിച്ചിട്ടുണ്ട്. അല്ലാഹു തആല വിശുദ്ധ ഖുർആനിലും ആക്ഷേപിച്ചിട്ടുണ്ട് വളരെ ശക്തമായ രൂപത്തിൽ. ഇന്നല്ലാഹ കരിഹ ലക്കും സലാസ. അല്ലാഹു തആല 3 കാര്യങ്ങൾ നിങ്ങൾക്ക് വെറുത്തിരിക്കുന്നു. അതിലൊന്ന് ഉഖൂഖുൽ ഉമ്മഹാത്ത്, മാതാപിതാക്കളെ ഉപദ്രവിക്കലാണ്. വവഅദുൽ ബനാത്ത്, പെൺമക്കളെ ജീവനോടെ കുഴിച്ചുമൂടലാണ്. വമൻഉൻ വഹാത്ത്, നമ്മൾക്ക് അവകാശമില്ലാത്തത് കരസ്ഥമാക്കലും മറ്റുള്ളവർ അവരുടെ അവകാശം തടഞ്ഞുവെക്കലും, ഇതൊക്കെ അല്ലാഹു തആല വെറുത്തിരിക്കുന്നു എന്ന് മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഇതിനെ ശക്തമായി എതിർത്തു. ഈ കാലഘട്ടത്തിലാണ് അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകളിൽ പെൺമക്കളുടെ ശ്രേഷ്ഠതയും അവരെ വളർത്തുന്നതിന്റെ ശ്രേഷ്ഠതയും ഒക്കെ പഠിപ്പിച്ചത്. ഒരിക്കൽ അൽ ഇമാമുൽ ബുഖാരി റഹിമഹുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസ് കാണാം. ഒരു മനുഷ്യൻ, അയാൾക്ക് ചില പെൺമക്കളുണ്ട്. ആ പെൺമക്കളുടെ വിഷയത്തിൽ ആ മനുഷ്യൻ അവർ മരിച്ചിരുന്നുവെങ്കിൽ എന്ന് ആഗ്രഹിച്ചു.
ഇത് കേട്ട സമയത്ത് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ ശക്തമായി ദേഷ്യപ്പെട്ടു, കോപിച്ചു. എന്നിട്ട് അയാളോട് ചോദിക്കുന്നുണ്ട്, അൻത തർസുഖുഹുന്ന, നീയാണോ അവർക്ക് ഭക്ഷണം കൊടുക്കുന്നത്, അവർക്ക് റിസ്ക് കൊടുക്കുന്നത് നീയാണോ എന്ന് പറഞ്ഞുകൊണ്ട് വളരെ ശക്തമായ രൂപത്തിൽ ആക്ഷേപിച്ചു എന്നത് കാണാം. അപ്പൊ പെൺകുട്ടികൾ ഈ രൂപത്തിൽ ഒരു അപമാനമായി കണ്ടിരുന്ന, അവർ ജനിച്ചാൽ അവരെ കുഴിച്ചുമൂടണമെന്ന് ചിന്തിച്ചിരുന്ന ഒരു സമൂഹത്തിലേക്കാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നുവന്ന് പെൺകുട്ടികളുടെ ശ്രേഷ്ഠതയും അവരെ വളർത്തുന്നതിന്റെ ശ്രേഷ്ഠതയും അവർ നമ്മൾക്ക് സ്വർഗപ്രവേശനത്തിന് അവരെ നല്ല രൂപത്തിൽ തർബിയത്ത് നടത്തിയാൽ സ്വർഗം ലഭിക്കുന്ന കാര്യമാണ് എന്നും നരകത്തിൽ നിന്നുള്ള രക്ഷാ കവചമാണ് എന്നുള്ളതും എത്രത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ നാളെ പരലോകത്ത് സഹവാസമുണ്ടാകും എന്നൊക്കെ പറഞ്ഞത്. യാഖൂബ് ഇബ്നു ബുഖ്താൻ റഹിമഹുല്ലാഹ് അദ്ദേഹം പറയാണ്, വുലിദ ലീ സബ്ഉ ബനാത്ത്, എനിക്ക് 7 പെൺമക്കൾ ഉണ്ടായി. ഫകുൻതു കുല്ലമാ വുലിദ ലിബ്നതുൻ, എനിക്ക് ഓരോ പെൺകുട്ടി ഉണ്ടാകുമ്പോഴും ദഖൽതു അലാ അഹ്മദ ബിൻ ഹംബൽ, ഇമാം അഹ്മദിന്റെ അടുത്തേക്ക് ഞാൻ ചെല്ലും ഓരോ പെൺകുട്ടി ജനിക്കുമ്പോഴും. ഫയഖൂലു ലി, ആ സമയത്ത് ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാഹ് അദ്ദേഹത്തോട് പറയും, യാ അബാ യൂസുഫ്, അബൂ യൂസുഫ്, അൽ അംബിയാഉ ആബാഉ ബനാതിൻ, അംബിയാക്കന്മാർ പെൺമക്കളുടെ ബാപ്പമാരാണ്. ഒരുപാട് അംബിയാക്കന്മാർക്ക് പെൺമക്കൾ ഉണ്ടായിരുന്നു. പെൺമക്കളുടെ ഉപ്പമാരാണ് അംബിയാക്കന്മാർ എന്ന് ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാഹ് ഓരോ കുട്ടി പ്രസവിക്കുന്ന സമയത്തും ഇദ്ദേഹത്തെ ഓർമ്മപ്പെടുത്താറുണ്ട്. യാഖൂബ് ഇബ്നു ബുഖ്താൻ റഹിമഹുല്ലാഹ് പറയാണ്, ഫകാന യുദ്ഹിബു ഖൗലുഹു ഹമ്മി, അദ്ദേഹത്തിന്റെ ഈ വാചകം കേൾക്കുമ്പോൾ എന്റെ എല്ലാ ടെൻഷനും മാറിപ്പോകും എന്ന് പറഞ്ഞാൽ അംബിയാക്കന്മാർ പെൺമക്കളുടെ ഉപ്പമാരാണ് എന്ന വാചകം അദ്ദേഹത്തിൽ നിന്ന് കേൾക്കുമ്പോൾ എനിക്ക് വലിയ ആശ്വാസമായിരുന്നു എന്ന് കാണാൻ സാധിക്കും. അപ്പോ അംബിയാക്കന്മാർ പ്രത്യേകിച്ചും അവരുടെ ഒരവസ്ഥ, അവർ പെൺമക്കളുടെ പല പ്രവാചകന്മാരും അങ്ങനെയാണ്. ഉബൈദുല്ലാഹ് അസ്സഅദി റഹിമഹുല്ലാഹ് പറയാണ്, അന്നല്ലാഹ യുഹിബ്ബുൽ ബനാത്ത്, അല്ലാഹുവിന് പെൺമക്കളെ ഇഷ്ടമാണ്. വകാന ലൂത്തുൻ അലൈഹിസ്സലാം ദാ ബനാത്തിൻ, ലൂത്ത് അലൈഹിസ്സലാത്തു വസ്സലാം പെൺകുട്ടികളുടെ ഉപ്പയായിരുന്നു. വകാന ശുഐബുൻ ദാ ബനാത്ത്, അതേപോലെ തന്നെ ശുഐബ് അലൈഹിസ്സലാത്തു വസ്സലാമും പെൺമക്കളുള്ള പ്രവാചകനായിരുന്നു. വകാന നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ദാ ബനാത്ത്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അതുപോലെ പെൺമക്കളുള്ള. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എത്ര പെൺമക്കൾ ഉണ്ടായിരുന്നു? 4 പെൺമക്കൾ ഉണ്ടായിരുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിന് വലിയ മാതൃകയാണ്. പെൺകുട്ടികളെ അദ്ദേഹം സ്നേഹിച്ചതും പരിഗണിച്ചതും, പ്രത്യേകിച്ചും ഫാത്തിമ റളിയല്ലാഹു അൻഹ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ഉള്ള സ്നേഹം ഹദീസിൽ കാണാം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫാത്തിമതു ബദ്അതും മിന്നി, ഫാത്തിമ എന്റെ ശരീരത്തിന്റെ ഒരു ഭാഗമാണ്. ഫമൻ അഗ്ദബഹ അഗ്ദബനി, ആരെങ്കിലും അവരെ ദേഷ്യം പിടിപ്പിച്ചാൽ അവർ എന്നെ ദേഷ്യം പിടിപ്പിച്ചിരിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം. മറ്റൊരു റിവായത്തിൽ ഇന്നമാ ഫാത്തിമതു ബദ്ഗതും മിന്നി, ഫാത്തിമ എന്റെ ഒരു കഷ്ണമാണ്, എന്റെ ഒരു ഭാഗമാണ്. യുദീനി മാ ആദാഹ, അവർക്ക് എന്തെങ്കിലും പ്രയാസമുണ്ടാകുന്നത് എന്റെ പ്രയാസമാണ്. വയനുസിബുനി മാ അൻസബഹ, അവർക്ക് എന്തെങ്കിലും വിഷമമുണ്ടാക്കുന്നത് എന്റെ കൂടി വിഷമമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തത്ബീഖൻ, അത് ജീവിതത്തിൽ പ്രയോഗത്തിൽ കൊണ്ടുവന്നിരുന്നു. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്ന റിവായത്തിൽ കാണാം, വകാനത് ഇദാ ദഖലത് അലാ അന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഫാത്തിമ റളിയല്ലാഹു അൻഹ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് പ്രവേശിച്ചാൽ ഖാമ ഇലൈഹ, വീട്ടിലേക്ക് വന്നാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ, ഫാത്തിമ വീട്ടിലേക്ക് വന്നാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫാത്തിമയുടെ അടുത്തേക്ക് ചെല്ലും. ഫഖബ്ബലഹ, എന്നിട്ടൊരു ഉമ്മ കൊടുക്കും, ചുംബനം കൊടുക്കും ഫാത്തിമക്ക്. വഅജ്ലസഹ ഫീ മജ്ലിസി, എന്നിട്ട് ഫാത്തിമയെ അവരുടെ ഇരിപ്പിടത്തിൽ ഇരുത്തും.
റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്ക് ഫാത്തിമ റളിയല്ലാഹു അൻഹ വീട്ടിൽ വന്നാൽ അവരെ ചുംബിക്കുകയും അവരുടെ അടുത്തേക്ക് ഇരിക്കുകയും അവരുടെ അടുത്തേക്ക് ചെന്ന് അവരെ സ്വീകരിച്ചിരുത്തുമാറായിരുന്നു. ഇനി ഫാത്തിമ റളിയല്ലാഹു അൻഹ അവരുടെ വീട്ടിലേക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെന്നാലോ? നോക്ക്, വകാന നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ദഖല അലൈഹാ. ഇനി ഫാത്തിമയുടെ വീട്ടിലേക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെന്നാൽ ഖാമത് മിൻ മജ്ലിസിഹാ, ഇരിക്കുന്നിടത്ത് നിന്ന് എണീറ്റ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് ചെല്ലും. ഫഖബ്ബലത്ഹു, എന്നിട്ട് റസൂലിന് ചുംബനം കൊടുക്കും. വഅജ്ലസത്ഹു ഫീ മജ്ലിസിഹാ, എന്നിട്ട് അവരുടെ സ്ഥലത്ത് അവരുടെ സീറ്റിലിരുത്തും. ഇത് തിരിച്ചങ്ങോട്ടും ചെയ്യാറുണ്ടായിരുന്നു എന്ന് ഫാത്തിമ റളിയല്ലാഹു അൻഹയെ കുറിച്ച് പറഞ്ഞത് കാണാം. അപ്പൊ നോക്ക്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പെൺകുട്ടികളെ എങ്ങനെയാണ് കൈകാര്യം ചെയ്തിരുന്നത് എന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫാത്തിമ റളിയല്ലാഹു അൻഹയെ കുറിച്ച് പറഞ്ഞത് ഫാത്തിമത്തു ബളഅതും മിന്നി, എൻ്റെ ഒരു ഭാഗമാണ്, എൻ്റെ ഒരു കഷ്ണമാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇങ്ങനെ മഹാന്മാരായ സലഫുകൾ സഹാബ തന്റെ പെൺകുട്ടികളെ കുറിച്ച് അങ്ങനെയായിരുന്നു പറഞ്ഞിരുന്നത്. അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുമ അവരൊരിക്കൽ മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ അടുത്തേക്ക് പ്രവേശിക്കുന്ന സന്ദർഭത്തിൽ അവിടെ ഒരു പെൺകുട്ടിയെ കണ്ടു. ആ സമയത്ത് മുആവിയ റളിയല്ലാഹു അൻഹു അവരോട് ചോദിക്കുന്നുണ്ട്, മൻ ഹാദിഹി, ഇതാരാണ്? അപ്പോ മുആവിയ റളിയല്ലാഹു അൻഹു പറയാൻ, ഹാദിഹി തുഫാഹത്തുൽ ഖൽബ്, ഇതെന്റെ ഹൃദയത്തിന്റെ ഒരു ആപ്പിളാണ്. അങ്ങനെ പറയാം, തുഫാഹത്തുൽ ഖൽബ്, ഇതെന്റെ ഹൃദയത്തിന്റെ ആപ്പിളാണ് എന്ന് പരിചയപ്പെടുത്തും. ഇങ്ങനെയായിരുന്നു പെൺകുട്ടികളെ കുറിച്ച് മഹാന്മാരായ സലഫുകൾ പരിചയപ്പെടുത്തിയിരുന്നത്. പെൺകുട്ടികൾ എന്ന് പറഞ്ഞാൽ അവർ വലിയ അനുഗ്രഹമായിട്ടാണ് കണ്ടിരുന്നത്. ചില പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം, ഒരാൾക്ക് 100 ആൺകുട്ടികൾ ഉണ്ടെങ്കിലും ഒരു പെൺകുട്ടി ഇല്ലെങ്കിൽ അതൊരു കുറവാണ്. 100 ആൺകുട്ടികൾ ഉണ്ടെങ്കിലും ഒരു പെൺകുട്ടി ഇല്ലെങ്കിൽ അതൊരു കുറവായിട്ടാണ് അവർ മനസ്സിലാക്കിയിരുന്നത്. പെൺകുട്ടികൾ നേരത്തെ പറഞ്ഞല്ലോ, ലാ തക്റഹുൽ ബനാത്ത്, നിങ്ങൾ പെൺകുട്ടികളെ വെറുക്കരുത്. ഫഇന്നഹുന്നൽ മുഅ്നിസാത്ത്, അവർ പ്രത്യേകിച്ചും ഉപ്പമാരോട് നല്ല ഇണക്കമുണ്ടാക്കുന്ന ആളുകളായിരിക്കും. ഉപ്പമാരെ സന്തോഷിപ്പിക്കുന്ന പ്രകൃതം പെൺകുട്ടികൾക്ക് പൊതുവെ ഉണ്ടാകും. നമുക്ക് ഒരു ചരിത്രത്തിൽ കാണാം, അബു അൽ മുഖഷൻ അൽ അറാബി അദ്ദേഹം പറയാൻ, കാനത് ലി ബിൻതുൻ തജ്ലിസു മഇ അലൽ മാഇദ, എനിക്കൊരു പെൺകുട്ടി ഉണ്ടായിരുന്നു, അവൾ എൻ്റെ കൂടെ ഭക്ഷണം കഴിക്കാനിരിക്കും. ഫലാ തഖഉ ഐനുഹാ അലാ ലുഖ്മത്തിൻ നഫീസ ഇല്ലാ ഖസ്സത്നി ബിഹാ, ഭക്ഷണം കഴിക്കുമ്പോൾ നല്ല ഒരു ഭക്ഷണത്തിന്റെ ഒരു ഭാഗം കണ്ടാൽ അവൾ എനിക്ക് വേണ്ടി നീക്കി വെക്കും, പാക്ക് എന്ന് പറഞ്ഞിട്ട് കൊടുക്കും. ഫകബിറത് വസവ്വജ്തുഹാ, അവൾക്ക് പ്രായമായപ്പോൾ ഞാൻ അവളെ കല്യാണം കഴിപ്പിച്ചു വിട്ടു. എന്നിട്ട് അദ്ദേഹം പറയാണ്, വസീർതു അജ്ലിസു ഇലൽ മാഇദ മഅ ബിനിൻ ലി, ഇപ്പൊ ഞാൻ എൻ്റെ കൂടെയുള്ള ഒരു മകന്റെ കൂടെയാണ് ഭക്ഷണം കഴിക്കുന്നത്. ഫവല്ലാഹി ലൻ തസ്ബിഖ ഐനി ഐനയ്യ ഇലാ ലുഖ്മത്തിൻ തയ്യിബ ഇല്ലാ സബഖത് യദുഹു ഇലൈഹ, ഭക്ഷണം കഴിക്കുമ്പോൾ എൻ്റെ കണ്ണ് ഒരു നല്ല ഭക്ഷണത്തിലേക്ക് നോക്കുമ്പോഴേക്കും അവനെടുത്ത് തിന്നിട്ടുണ്ടാകും എന്ന് പറഞ്ഞ് കാണാം. അപ്പോൾ പൊതുവെ അങ്ങനെയാണ്, എല്ലാ ആൺകുട്ടികളും അങ്ങനെയാണെന്നല്ല, പെൺകുട്ടികളെ ഉപ്പമാരോട് പ്രത്യേകിച്ചും അങ്ങനെയായിരിക്കും. പെൺകുട്ടികൾ ഉപ്പാക്ക് എന്ന് പറഞ്ഞ് മാറ്റി വെക്കും, ആൺകുട്ടികൾ അവരെ ഇഷ്ടത്തിന് കഴിക്കും എന്ന് പറഞ്ഞാൽ പെൺകുട്ടികളെ ആ രൂപത്തിലാണ് മനസ്സിലാക്കേണ്ടത്. പെൺകുട്ടികൾ ഒരിക്കലും നമ്മൾക്ക് പ്രയാസമല്ല, അവരിലൂടെ നമ്മൾക്ക് സ്വർഗ പ്രവേശനത്തിന് സാധിക്കും എന്നുള്ളതാണ് നേരത്തെ പറഞ്ഞ ഹദീസുകളൊക്കെ പഠിപ്പിക്കുന്നത്. അത് ഒരു പെൺകുട്ടിയാണെങ്കിൽ നേരത്തെ പറഞ്ഞ ഹദീസിൽ തന്നെ അതിൽ സൂചനയുണ്ട്, മനുബുതുലിയ മിനൽ ബനാതി ബിശൈ, ഈ ഷൈ എന്ന പ്രയോഗത്തിൽ തന്നെ അത് കാണാം. മാത്രമല്ല ഇമാം അഹ്മദിന്റെ റിവായത്ത്, ശൈഖ് അൽബാനി സഹിയാണെന്ന് പറഞ്ഞിട്ടുള്ള റിവായത്തിൽ ഒരു പെൺകുട്ടിയെ കുറിച്ച് അങ്ങനെ തന്നെ വന്നിട്ടുണ്ട്. ജാബിർ ബിൻ അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, മൻ കാന ലഹു സലാസു ബനാതിൻ യുവീഹിന്ന വയർഹമുഹുന്ന വയക്ഫുലുഹുന്ന വജബത് ലഹുൽ ജന്ന, ഒരാൾക്ക് 3 പെൺകുട്ടികളുണ്ട്, അവർക്ക് ഇയാൾ
അഭയം കൊടുത്തു, അവരോട് റഹ്മത്ത് കാണിച്ചു, അവരുടെ സംരക്ഷണം ഏറ്റെടുത്ത് അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തു എങ്കിൽ അവർക്ക് സ്വർഗം നിർബന്ധമാണ് എന്ന് മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. 3 പെൺകുട്ടികളെ കിട്ടി അവരെ നല്ല പോലെ വളർത്തിയാൽ, നമ്മൾ പറഞ്ഞല്ലോ നേരത്തെ ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാ, അവർക്ക് ദുനിയവിയായ സൗകര്യങ്ങൾ, അതുപോലെ തന്നെ അവരുടെ റൂഹിന് ഭക്ഷണം കൊടുക്കുക എന്ന് പറഞ്ഞാൽ അവർക്ക് ആത്മീയമായ അള്ളാഹുവിലേക്ക് അടുപ്പിക്കുന്ന കാര്യങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കുക. ഇത് ചെയ്തു ഒരുത്തൻ തന്റെ 3 പെൺകുട്ടികളെ അല്ലെങ്കിൽ പെൺകുട്ടികളെ വളർത്തിയാൽ അവർക്ക് സ്വർഗമുണ്ട്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഫഖാല റജുലുൻ, അപ്പോൾ ഒരാൾ ചോദിച്ചു, വസ്നതൈനി യാ റസൂലല്ലാഹ്, 2 പെൺകുട്ടികളെ ഇങ്ങനെ വളർത്തിയാൽ സ്വർഗം കിട്ടുമോ? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വസ്നതൈൻ, 2 പെൺകുട്ടികളെ ഈ രൂപത്തിൽ വളർത്തിയാലും സ്വർഗമുണ്ട്. ഫഖാല റജുലുൻ, അപ്പോൾ മറ്റൊരാൾ ചോദിച്ചു, വവാഹിദ, 1 പെൺകുട്ടിയെ ഈ രൂപത്തിൽ നല്ല രൂപത്തിൽ വളർത്തിയാൽ സ്വർഗമുണ്ടോ? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വവാഹിദ, 1 പെൺകുട്ടിയാണെങ്കിലും ഉണ്ട്. അപ്പോ 1 പെൺകുട്ടിയാണെങ്കിലും 2 പെൺകുട്ടികളാണെങ്കിലും അതിൽ കൂടുതൽ പെൺകുട്ടികളാണെങ്കിലും ഒക്കെ നമ്മൾ അവരെ ഏറ്റവും നല്ല രൂപത്തിൽ വളർത്തിയാൽ സ്വർഗം കിട്ടുന്ന കാര്യമാണ് എന്ന് നമ്മൾ ചിന്തിക്കണം. അപ്പോൾ പെൺകുട്ടികൾ ഉണ്ടാവുക എന്നുള്ളത് ഒരിക്കലും മോശം കാര്യമോ നമ്മൾ പ്രയാസപ്പെടുത്തേണ്ട കാര്യമല്ല. ഒരു പെൺകുട്ടി ഉണ്ടായി എന്ന് പറഞ്ഞാൽ നമുക്ക് സന്തോഷമുണ്ടായി, ഇതിലൂടെ എനിക്ക് സ്വർഗം കിട്ടണം. ഇവരെ മര്യാദക്ക് വളർത്തി പോറ്റി വളർത്തി അവരെ ഏറ്റവും നല്ല രൂപത്തിൽ വളർത്തി പ്രായപൂർത്തിയാകുന്നത് വരെ അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ല രൂപത്തിൽ തർബിയ നടത്തിയാൽ അവർ എനിക്ക് നാളെ നരകത്തിൽ നിന്നുള്ള മറയായിരിക്കും, അവർ കാരണം എനിക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാം. എത്രത്തോളം മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ സഹവാസം ലഭിക്കും എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കണം. ഇതിന്റെ കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ തർബിയത്തിൽ മോശം നമ്മൾ എന്തെങ്കിലും കൃത്യവിലോപം കാണിച്ചാൽ, തഖ്സീർ കാണിച്ചാൽ അതിലൂടെ സംഭവിക്കുക എന്താണ്? നമുക്ക് നരകമായിരിക്കും എന്ന് പറഞ്ഞാൽ പെൺകുട്ടികളെ മര്യാദക്ക് നോക്കിയിട്ടില്ല, ആൺകുട്ടികളാണെങ്കിലും ആ തർബിയത്തിൽ നമ്മൾ വീഴ്ച വരുത്തിയാൽ നമ്മൾ നഷ്ടക്കാരുടെ കൂട്ടത്തിലും ആയിരിക്കും. നാളെ പരലോകത്ത് നമ്മളോട് ചോദ്യമുണ്ട്. എന്താണ് ചോദ്യം? കുല്ലുക്കും റാഇൻ വ കുല്ലുക്കും മസ്ഊലുൻ അൻ റഇയതിഹി. മക്കളുള്ള കുടുംബക്കാരുള്ള ആളുകൾക്ക് നാളെ പരലോകത്ത് സ്വന്തം കാര്യം, അതിന്റെ കാര്യം മാത്രം വിചാരണ നേരിട്ടാൽ പോരാ, മറിച്ച് അവരുടെ മക്കളുടെ കാര്യം കൂടി ചോദ്യം ഉണ്ടാകും. അപ്പോ തർബിയത്തിൽ ഈ പറഞ്ഞതുപോലെ വീഴ്ച വരുത്തിയാൽ അതിലൂടെ ചില ഹദീസുകളിൽ കാണാം, നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതെ നമ്മുടെ മക്കളോടുള്ള ഉത്തരവാദിത്വത്തിൽ നമ്മൾ വഞ്ചന കാണിച്ചാൽ നമുക്ക് സ്വർഗത്തിന്റെ വാസന പോലും ലഭിക്കുകയില്ല എന്ന് മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിന്റെ മറുവശം കൂടി നമ്മൾ എന്ത് ചെയ്യണം? ഗൗരവത്തിൽ കാണണം. ബക്കർ അബു സൈദ് റഹിമഹുല്ലാഹ് പറഞ്ഞൊരു വാചകം കാണാം, ഫസാദു നിസാഇ സബബുഹു അൽ അവ്വൽ. സ്ത്രീകൾ അവർ നശിച്ചു പോകാനുള്ള ഒന്നാമത്തെ കാരണം തസാഹുലുർ റിജാൽ, പുരുഷന്മാരുടെ അലംഭാവമാണ്. പുരുഷന്മാർ, വീട്ടിലുള്ള ഭർത്താവ്, ഉപ്പ, ആണുങ്ങൾ അവർ അവരുടെ കാര്യത്തിൽ ശ്രദ്ധ കാണിക്കാത്തത് കൊണ്ടാണ്, ഗൗരവത്തിൽ അവരെ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് ഒരുപാട് പെണ്ണുങ്ങൾ നശിച്ചു പോയിട്ടുള്ളത്. അത് ഭാര്യയാകാം, മക്കളാകാം, സഹോദരിമാരാകാം. അത് പുരുഷന്മാരുടെ ശ്രദ്ധക്കുറവുകൊണ്ട് ഒരുപാട് ആളുകൾ നശിച്ചു പോയിട്ടുണ്ട് എന്ന് പറഞ്ഞത് കാണാം. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ചും പെണ്ണുങ്ങൾ, സ്ത്രീകൾ അവരുടെ പെൺമക്കളുടെ വിഷയത്തിലൊക്കെ കുറച്ചും കൂടി സോഫ്റ്റ് ആയിരിക്കും. പെൺകുട്ടികൾ എന്തെങ്കിലും പറഞ്ഞാൽ പെട്ടെന്ന് ചെയ്തു കൊടുക്കും ആണുങ്ങളെക്കാൾ. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞൊരു വാചകം കാണാം, അർ-റിജാലു അഗ്യറു അലൽ ബനാതി മിനൻ നിസാ. പെണ്ണുങ്ങളെക്കാൾ പെൺകുട്ടികളുടെ കാര്യത്തിൽ ഗൈറത്തുള്ളത്, ഈർഷ്യതയുള്ളത് പുരുഷന്മാർക്കാണ്. ഫലാ തസ്തവി ഗൈറത്തു റജുലി അല ഇബ്നതിഹി ഗൈറത്തു അൽ ഉമ്മി അബദ. ഒരു ഉമ്മാക്ക് തന്റെ മകളുടെ വിഷയത്തിലുള്ള ഗൈറത്തും ഒരു ഉപ്പാക്ക് മകളുടെ വിഷയത്തിലുള്ള ഗൈറത്തും തുല്യമല്ല. ആണുങ്ങൾക്ക് കുറച്ചും കൂടി അവരുടെ കാര്യത്തിൽ ഒരു ഈർഷ്യത, അവർ തിന്മയിലേക്ക് പോകുന്നത്, പ്രത്യേകിച്ചും അവരുടെ ലൈംഗിക വിശുദ്ധി കാത്തു സൂക്ഷിക്കുന്നത് ആണുങ്ങൾക്ക് കുറച്ചും കൂടി ശ്രദ്ധ ഉണ്ടാവും. പെണ്ണുങ്ങൾ അതിൽ അത്ര തന്നെ ഗൈറത്തുണ്ടാവുകയില്ല എന്ന് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയും. വകം മിൻ ഉമ്മിൻ തുസാഇദു ഇബ്നതഹാ അലാ മാ തഹ്വ. എത്രയോ പെൺകുട്ടികൾക്ക് ഏണി വെച്ചു കൊടുക്കുന്നത് ഉമ്മമാരാണ് അവരുടെ താല്പര്യത്തിന്. പലപ്പോഴും ചില പ്രേമങ്ങൾക്കും പ്രണയങ്ങൾക്കും പോലും ഉമ്മമാർ സൗകര്യം ചെയ്തു കൊടുക്കുന്ന സാഹചര്യമുണ്ട്. ഉപ്പമാരങ്ങനെയല്ല, ഉപ്പമാർ കുറച്ചും കൂടി അതിൽ ഗൈറത്തുള്ള ആളുകളായിരിക്കും എന്നാണ് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ്. മാതാപിതാക്കൾ പ്രത്യേകിച്ചും ആ ഭാഗം ശ്രദ്ധിക്കണം എന്നുകൂടി ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്താൻ. അപ്പോ
പെൺകുട്ടികളെ ഏറ്റവും നല്ല രൂപത്തിൽ വളർത്തിയാൽ അത് സ്വർഗത്തിന് കാരണമാകും, സ്വർഗപ്രവേശനത്തിന് കാരണമാകും. എന്നാൽ അവരുടെ വിഷയത്തിൽ നമ്മൾ തസാഹുൽ കാണിച്ചാൽ അത് നാളെ ലോകത്ത് നമുക്ക് വലിയ നഷ്ടമായിരിക്കും. ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് അദ്ദേഹത്തോട് ചോദിച്ചുള്ളൊരു ചോദ്യവും അതിനുള്ളൊരു മറുപടി കൂടി പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. ഈ കുട്ടികളെ വളർത്തുക എന്നുള്ളത് ഒരു ഇബാദത്താണ്. ഇപ്പൊ നോക്ക്, അദ്ദേഹത്തിനോട് ചോദിക്കുന്ന ഒരു ചോദ്യം ഇതാണ്: ഇന്ന ലദയ്യ അർബഅത അത്ഫാൽ, എനിക്ക് 4 കുട്ടികളുണ്ട്. വ ഉരീദു അൻ അക്തഫിയ ബിഹിം വ അതഫറഗ ലിൽ ഇബാദതി വത്താഅതി ഫമാ റഅയുകും. ഇനി ഞാൻ നിർത്താൻ പോവുകയാണ്. അദ്ദേഹം പറയാണ്, ഒരാളെ ചോദിക്കാണ്, 4 കുട്ടികളായി, ഇനി ഇത് മതി, ഇനി കുട്ടികളുടെ കൂടുതൽ കുട്ടികൾ ഉണ്ടാകുന്ന കാര്യത്തിൽ ശ്രദ്ധിക്കാതെ ഇനി ഇബാദത്തിലേക്ക് എന്ത് ചെയ്യണം, തിരിയണം. അതുകൊണ്ട് മക്കളിത് മതി എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന ചോദ്യത്തിന് അദ്ദേഹം കൊടുക്കുന്ന മറുപടി, തർബിയതുക ലി അബ്നാഇക അത്തർബിയ സാലിഹ ഇബാദ. നിന്റെ മക്കൾക്ക് ശരിയായ സാലിഹത്തായ തർബിയത്ത് കൊടുക്കുക എന്നുള്ള ഇബാദത്താണ്. ഇബാദത്തിന് വേണ്ടി ഒഴിഞ്ഞിരിക്കുക, അതിനു വേണ്ടിയിട്ടാണ് നിർത്തുന്നത്. യഥാർത്ഥത്തിൽ മക്കളുണ്ട്, ആ മക്കളെ ശരിയാവണ്ണം വളർത്തുക എന്നുള്ള ഇബാദത്താണ്. അതുകൊണ്ട് അതിലേക്ക് ശ്രദ്ധ കൊടുത്താൽ മതി. മക്കളുണ്ടെങ്കിൽ മക്കളെ നോക്കുക എന്നുള്ള ഇബാദത്താണ്. ആ നിലക്ക് മക്കളുടെ കാര്യത്തിൽ ശ്രദ്ധിക്കുന്നു, അവർക്ക് അത് ഇബാദത്താണ്. അതിനിങ്ങനെ ഇബാദത്ത് എന്ന് പറഞ്ഞാൽ ഒഴിഞ്ഞിരുന്ന് ചെയ്യുന്നത് മാത്രമല്ല ഇബാദത്ത്, മക്കളെ വളർത്തുക എന്നുള്ളത് ഇബാദത്താണ് എന്ന് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് മറുപടി പറഞ്ഞത് കാണാം. അപ്പോ ഇവിടെ നമ്മുടെ വിഷയം അൽ ഇഹ്സാനു ഇലൽ ബനാത്ത്, പെൺകുട്ടികൾക്ക് നന്മ ചെയ്യുക എന്നുള്ള ഒരു ഭാഗമാണ് ഹദീസിൽ വന്നത്, നമ്മൾ വായിച്ചത്. പെൺകുട്ടികൾ അള്ളാഹു നൽകുന്ന നിഅമത്താണ് എന്ന് മനസ്സിലാക്കി പെൺകുട്ടികൾ ഒന്നാകട്ടെ ഒന്നിൽ കൂടുതലാകട്ടെ അവരെ അള്ളാഹു നമ്മൾക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ അവരെ ഏറ്റവും നല്ല രൂപത്തിൽ ആൺകുട്ടികളെ വളർത്തുന്നതിനേക്കാൾ ശ്രദ്ധയോടുകൂടി ഇവർ എൻ്റെ സ്വർഗമാണ്, ഇതിലൂടെ എനിക്ക് സ്വർഗം കരസ്ഥമാക്കാൻ സാധിക്കും എന്ന് മനസ്സിലാക്കി അവരുടെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധയുണ്ടാകണം എന്നും ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറഞ്ഞിട്ടൊരു വാചകം കൂടി പറയാം. വറുബ്ബംറഅതിൻ, നമുക്ക് പെൺകുട്ടികൾ നമ്മൾക്ക് അനുഗ്രഹമാണ് എന്ന് ബോധ്യപ്പെടുത്താൻ അദ്ദേഹം പറഞ്ഞിട്ടുള്ള വാചകം വറുബ്ബംറഅതിൻ ഖൈറും മിൻ അൽഫി റജുൽ, 1000 പുരുഷന്മാരെക്കാൾ ഒരു സ്ത്രീ ഖൈറായിരിക്കും. എത്രയോ സ്ത്രീകൾ 1000 പുരുഷന്മാരെക്കാൾ ഖൈറായിരിക്കും. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു വലഖദ് അദ്റക്ന ഇംറഅതൻ അജൂസ, ഞാനൊരു വയസ്സായ ഒരു സ്ത്രീയെ കണ്ടിട്ടുണ്ട്. കാനത് ലഹ ഔലാദുൻ, അവർക്ക് ഒരുപാട് ആൺകുട്ടികളുണ്ട്. വഹാലുഹും തയ്യിബ, അവരുടെ അവസ്ഥ വളരെ നല്ല അവസ്ഥയാണ്. വകാനത് ഫഖീറ, ഈ പെണ്ണാണെങ്കിൽ വളരെ ദരിദ്രയാണ്. വലഹ ബിൻതുൻ തഖ്ദുമുഹ, പക്ഷെ അവർക്കൊരു പെൺകുട്ടിയുണ്ട്. ആ പെൺകുട്ടിയാണ് ഇവരുടെ കാര്യം നോക്കുന്നത്. വലം യൻഫഅഹ ഇല്ല ഇബ്നതുഹ ഫസാറത് ഹാദിഹിൽ ബിൻതു അൻഫഅ മിനൽ വലദ്, അവൾക്ക് എല്ലാ സൗകര്യവും ചെയ്തു കൊടുക്കുന്നത്, അവർക്ക് ഉപകാരപ്പെട്ടത് ഈ പെൺകുട്ടിയാണ്. ആ ആൺകുട്ടികളെക്കാൾ പെൺകുട്ടിയാണ് ഉപകാരപ്പെട്ടത്. അപ്പൊ അങ്ങനെയുള്ള പെൺകുട്ടികൾ ഉണ്ടാകും. അപ്പൊ പെൺകുട്ടികൾ, ചില ആൾക്കാരൊക്കെ ആൺകുട്ടികളെ പ്രത്യേകം ശ്രദ്ധിക്കും, അവരായിരിക്കും നമ്മളെ നോക്കാണ്ടാകുക. ശരിയാണ്, അവർ നോക്കണം, അവർ നമുക്ക് ഉപകാരപ്പെടും. ആൺകുട്ടികളെ അവഗണിക്കാൻ വേണ്ടി നമ്മളിവിടെ വിഷയം പെൺകുട്ടികളെ വളർത്തുന്നതിന്റെ പ്രാധാന്യം ആയതുകൊണ്ട് അത് ഊന്നി പറഞ്ഞതാണ്. ആൺകുട്ടികളെ അവഗണിക്കണം, അവരെ മാറ്റി നിർത്തണം, അവരോട് അനീതി കാണിക്കണം എന്നതിനർത്ഥമല്ല. പെൺകുട്ടികളാണ് പൊതുവെ ജാഹിലിയത്തിൽ തന്നെ അവരെ മാറ്റി നിർത്തുന്ന, അവരെ ജീവനോടെ കുഴിച്ചു മൂടുന്ന, അവരെ മാറ്റി നിർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് ഉള്ള ശ്രേഷ്ഠത നമ്മൾ എടുത്തു പറഞ്ഞു. ഈ കാലഘട്ടത്തിലും പെൺകുട്ടികൾ എന്ന് പറഞ്ഞാൽ ചിലർക്ക് ബേജാറാണ്, അവരെങ്ങനെ കല്യാണം കഴിച്ചുകൂടും, അവരുടെ കാര്യം അങ്ങനെ ചിന്തിക്കേണ്ടതില്ല. നമ്മൾ ആൺകുട്ടികൾ ഒരുപാടുണ്ടെങ്കിലും ചിലപ്പോൾ പെൺകുട്ടികളായിരിക്കും നമ്മൾക്ക് ഉപകാരപ്പെടുക. അതാണ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറഞ്ഞിട്ടുള്ളത്. ഇത് അള്ളാഹു നമ്മൾക്ക് നൽകിയത് എന്താണ്, ആൺകുട്ടിയാകട്ടെ പെൺകുട്ടിയാകട്ടെ, അത് എന്നുള്ള രൂപത്തിൽ തൃപ്തിപ്പെട്ട് അവരെ വളർത്താൻ നമ്മൾ പരിശ്രമിക്കുക. അള്ളാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് അടുത്ത ഹദീസ് അടുത്ത ക്ലാസ്സിൽ പറയാം. അതാ അല്ലാഹു തആല അലം. അള്ളാഹു തആല നമ്മെ എല്ലാവരെയും, നമ്മൾക്ക് പെൺകുട്ടികളെ തന്ന ആളുകൾക്ക് പ്രത്യേകിച്ചും അവർ മുഖേന സ്വർഗത്തിലെത്തുന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സാമീപ്യം ലഭിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ആൺകുട്ടികളും പെൺകുട്ടികളും ഒക്കെ അള്ളാഹു അവരെ സാലിഹത്തുകളായ മക്കളാക്കി മാറ്റുമാറാവട്ടെ.
ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين الحمد لله رب العالمين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب